കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം തുടരുന്നു. വി.എം. സുധീരന്റെ കർക്കശ നിലപാടിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി. കെ ബാബുവിനും കെ.സി. ജോസഫിനും അടൂർ പ്രകാശിനും ബെന്നി ബെഹനാനും സീറ്റ് നൽകരുതെന്ന് സുധീരൻ. 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളിൽ ധാരണ. സി ദിവാകരൻ നെടുമങ്ങാട് CPI സ്ഥാനാർത്ഥിയാകും. കെ അജിത്ത് ഒഴികെ സിറ്റിംഗ് MLA-മാർക്ക് സീറ്റ്. പൂഞ്ഞാറിലേത് പേയ്മെന്റ് ഡിസിഷനെന്ന് PC ജോർജ്. കടുത്തുരുത്തി സീറ്റിനെ ചൊല്ലി B. സുരേന്ദ്രൻപിള്ളയും സ്കറിയ തോമസും തമ്മിൽ പരസ്യപ്പോര്. ഹൈദരാബാദ് സർവകലാശാലയിലെ വിദ്യാർത്ഥികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അധ്യാപകരുടെ കൂട്ടാവധി. ഒരു ദിവസത്തെ അവധിയെടുത്തത് 55 അധ്യാപകർ. കോഴിക്കോട്ട് പ്രകടനം നടത്തിയതിന് അറസ്റ്റിലായ SIO പ്രവർത്തകർക്കെതിരായ രാജ്യദ്രോഹ പരാമർശം പോലീസ് പിൻവലിച്ചു. പരാമർശം FIR-ൽ തെറ്റായി രേഖപ്പെടുത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ. ഭരണപ്രതിസന്ധി തുടരുന്ന ഉത്തരാഖണ്ഡിൽ വിശ്വാസ വോട്ടെടുപ്പിന് ഹൈക്കോടതി അനുമതി. വ്യാഴാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിൽ അയോഗ്യരാക്കിയ MLA-മാർക്കും പങ്കെടുക്കാം. ഉത്തരവ് രാഷ്ട്രപതി ഭരണത്തിനെതിരെ കോൺഗ്രസ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തോൽവി. 1-നെതിരെ 2 ഗോളുകൾക്ക് തുർക്ക്മെനിസ്ഥാൻ തോൽപ്പിച്ചു. 2020 ക്രിക്കറ്റ് ലോകകപ്പ് സെമിയിൽ നാളെ ഇംഗ്ലണ്ട് ന്യൂസിലൻഡിനെ നേരിടും. സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക്. കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി തർക്കം തുടരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം തുടരുന്നു. വി.എം. സുധീരന്റെ കർക്കശ നിലപാടിൽ ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പൂർത്തിയാക്കാതെ ഉമ്മൻചാണ്ടി കേരള ഹൌസിലേക്ക് മടങ്ങി. കെ ബാബുവിനും കെ.സി. ജോസഫിനും അടൂർ പ്രകാശിനും ബെന്നി ബെഹനാനും സീറ്റ് നൽകരുതെന്ന് സുധീരൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ആവശ്യപ്പെട്ടു. നേരത്തെ സിറ്റിംഗ് MLA-മാരടക്കം 40 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായി. 31-ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വീണ്ടും ചേരും. തർക്കമല്ല, കുറ്റമറ്റ പട്ടിക തയ്യാറാക്കാനുള്ള സൂക്ഷ്മ പരിശോധനയാണ് നടക്കുന്നതെന്ന് KPCC പ്രസിഡന്റ് വി.എം. സുധീരൻ പറഞ്ഞു. ആ പ്രോസസ്സ് വളരെ ഫലപ്രദമായി വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി 31-ന് രാവിലെ വീണ്ടും സ്ക്രീനിംഗ് കമ്മിറ്റി കൂടും. ഇലക്ഷൻ കമ്മിറ്റി യോഗം അന്നേ ദിവസം തന്നെ വെച്ചിട്ടുണ്ട്. തർക്കത്തിൻ്റെ പ്രശ്നമല്ല. നിങ്ങളൊരു പ്രോസസ്സ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി വളരെ കൃത്യമായി ഒരു പരിശോധന വേണം. വളരെ സൂക്ഷ്മമായി ഫലപ്രദമായി പരിശോധന നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം. മാധ്യമങ്ങൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. സവാദ് മുഹമ്മദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. സവാദ്, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന്റെ ഇന്നത്തെ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ്? എത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ധാരണയായി? വി.എം. സുധീരൻ ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തർക്കമുന്നയിച്ചത് ഉമ്മൻചാണ്ടിക്ക് അതൃപ്തി ഉണ്ടാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. അതിന്റെ വിവരങ്ങൾ എന്തൊക്കെ? രാജീവ്, ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന ചർച്ച പിന്നിട്ടപ്പോൾ വെറും 40 സീറ്റുകളിൽ മാത്രമാണ് സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ ധാരണയുണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നത്. നേരത്തെ വി.എം. സുധീരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞിരുന്നത് ഇന്നത്തോടെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം പൂർത്തിയാക്കിക്കൊണ്ട് 31-നും 1-ാം തീയതിയുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്ന് അന്തിമ പട്ടിക പ്രഖ്യാപിക്കും എന്നായിരുന്നു. എന്നാൽ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം 2 ദിവസം പിന്നിട്ടപ്പോൾ 40 സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ധാരണ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിൽ പലതിലും ഒറ്റ പട്ടിക മാത്രമുള്ള, എതിർപ്പുകളൊന്നും ഇല്ലാത്ത സീറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ ധാരണ ഉണ്ടായിരിക്കുന്നത്. പ്രധാന ഏതാണ്ട് 15ഓളം സീറ്റുകളിലാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ തർക്കം നിലനിൽക്കുന്നത്. ഈ 15 സീറ്റുകളിലും വി.എം. സുധീരന്റെ നിലപാട് തന്നെയാണ് ഇവിടെ തർക്കത്തിന് കാരണമായിട്ടുള്ളത്. സവാദ് മുഹമ്മദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയിരുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ കോൺഗ്രസ് നേതാക്കളായ ഷാഹിദ കമാൽ, എ ഷുക്കൂർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ P. സുജാതൻ എന്നിവർ ചേരുന്നു. ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകൻ K. വേണുവിനെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം P. സുജാതനിലേക്ക്. ശ്രീ സുജാതൻ, ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വി.എം. സുധീരൻ പറഞ്ഞത് കുറ്റമറ്റൊരു പട്ടിക തയ്യാറാക്കാനുള്ള സൂക്ഷ്മമായ പരിശോധനയാണ് നടക്കുന്നത് എന്നാണ്. തർക്കമല്ല, ഒരു പരിശോധനയും കുറ്റമറ്റ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമങ്ങളുമാണ് നടക്കുന്നത് കോൺഗ്രസിൽ എന്ന്
KPCC പ്രസിഡന്റ് പറയുന്നതിനെ നമുക്ക് എത്രത്തോളം മുഖവിലക്കെടുക്കാൻ സാധിക്കും? ഡൽഹിയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ചില സൂചനകളുണ്ട്. കുറ്റമറ്റ ഒരു പത്രിക ഉണ്ടാക്കുവാനുള്ള KPCC പ്രസിഡന്റ് ശ്രമം ശ്ലാഘനീയമാണ്. അദ്ദേഹത്തിന്റെ ദൗത്യവും മുഖ്യമായ അതാണ്. ജനങ്ങൾക്ക് മുന്നിൽ വിന്നബിലിറ്റിയുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കണം. വോട്ടർമാർക്ക് സ്വീകാര്യരായ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ കോൺഗ്രസിൽ നിന്ന് കണ്ടെത്തുക എന്ന ഭാരിച്ച ഒരു ദൗത്യം കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. അതിൽ 3 നേതാക്കൾ ഡൽഹിയിലെത്തി അതിനൊരു അന്തിമരൂപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അതിനിടയിൽ ചില നീക്കുപോക്കുകളും ചില അഭിപ്രായങ്ങളും പൊതുമാനദണ്ഡമുണ്ടാക്കുവാനുള്ള KPCC പ്രസിഡന്റ് ശ്രമത്തിന് ഏൽക്കുന്ന ചില തിരിച്ചടികളും കാണാതെ പോകുന്നത് ശരിയല്ല. ഏതായാലും ഈ അവസാനം 5 സിറ്റിംഗ് സീറ്റിനെ ചൊല്ലിയുള്ള തർക്കം തുടരുന്നു എന്ന് കേൾക്കുന്നു. അത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് എനിക്ക് ഉറപ്പില്ല. എങ്കിലും വാർത്തകളിൽ നിന്ന് കാണുന്നത് ഇരിക്കൂർ മുതൽ പാറശാല വരെയുള്ള 5 സിറ്റിംഗ് സീറ്റ്, അതിൽ തൃപ്പൂണിത്തുറയുണ്ട്, തൃക്കാക്കരയുണ്ട്, കോന്നി സീറ്റുണ്ട്. ഇവിടെയൊക്കെ മത്സരിച്ചതിൽ 2 മന്ത്രിമാരുമുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ സീറ്റിൽ ഒരു പുനർവിചിന്തനം നടത്താനുള്ള ആധികാരികത, അതിനുള്ള ആഗ്രഹം ഒരുപക്ഷെ KPCC പ്രസിഡന്റ് ഉണ്ടാകാം. പക്ഷേ അതിനെ തുടർന്ന് ഡൽഹിയിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് യോഗങ്ങൾ നടന്നു. I ഗ്രൂപ്പും A ഗ്രൂപ്പും പ്രത്യേകം യോഗം ചേർന്ന് ഈ വിഷയത്തിൽ ദീർഘമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും A ഗ്രൂപ്പിന്റെ യോഗം നടക്കുന്നു എന്നാണ് അറിയുന്നത്. മുഖ്യമന്ത്രി സ്ക്രീൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് വിട്ട് കേരള ഹൗസിലേക്ക് ഇറങ്ങിപ്പോയതിനെ പറ്റി വളരെ രൂക്ഷമായ ചില വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം അസംതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഒരു ബോയ്ക്കോട്ടിന്റെ സ്വഭാവം അദ്ദേഹത്തിന്റെ പോക്കിനുണ്ട് എന്നും സൂചനയുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും 40 സീറ്റിൽ കോൺഗ്രസിന് പൊതു സ്ഥാനാർത്ഥികളെ, ഏക സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുവാനും അതിൽ തർക്കം പരിഹരിക്കുവാനും കഴിഞ്ഞു എന്നത് ഈ ഇന്നത്തെ നിലയിൽ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകളിൽ സംഭവിക്കുന്ന മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ രസകരവും സമാധാനപരവുമാണ് ഈ ചർച്ച എന്നാണ്. അതേസമയത്ത് തർക്കമുള്ള പ്രധാനപ്പെട്ട ചില തർക്കങ്ങൾ ചില മണ്ഡലങ്ങളിലും ചില സ്ഥാനാർത്ഥികളുടെയും പേരിലുണ്ട്. അത് ഈ കോൺഗ്രസ്സുകാരുടെയും അതിന് നേതൃത്വം നൽകുന്ന ഇന്നത്തെ നേതൃത്വത്തിൻ്റെയും ഒക്കെ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഹൈക്കമാൻഡ് തന്നെ ഇടപെടലോടുകൂടി വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, പൊതുമാനദണ്ഡം നിശ്ചയിക്കാനുള്ള KPCC പ്രസിഡന്റിന്റെ ശ്രമം, അത്തരമൊരു മാനദണ്ഡം സ്ഥാനാർത്ഥി നിർണയത്തിൽ വേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആദ്യം തന്നെ എത്തി. വിജയസാധ്യതയാണ് പ്രധാനമായി പരിഗണിക്കേണ്ടത്. മറ്റ് ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ മറ്റ് മാനദണ്ഡങ്ങളോ ഒന്നും അതിൽ ഘടകമാക്കേണ്ടതില്ല എന്ന ഒരു നിശ്ചയത്തിലേക്ക് ആദ്യം തന്നെ എത്തിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഈ ഘട്ടത്തിൽ സിറ്റിംഗ് MLA-മാരായ മന്ത്രിമാരടക്കമുള്ളവരെ മാറ്റി നിർത്തണം എന്ന KPCC പ്രസിഡന്റിന്റെ ആവശ്യം, അത് എത്രത്തോളം യുക്തിസഹമാണ്? അത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ബലാബലം വെച്ച് നോക്കുമ്പോൾ അത് എത്രത്തോളം സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ്? മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ അതിൽ അവരുടേതായ അഭിപ്രായമുണ്ട്. അവരുടെ നിലപാടിലും അവരോടൊപ്പം നിൽക്കുന്നവരെന്ന് കരുതുന്ന ആളുകൾക്ക് സീറ്റ് കിട്ടണമെന്ന കാര്യത്തിൽ അവർക്ക് വളരെ കർശനമായ അഭിപ്രായങ്ങളുണ്ട്. അതേസമയത്ത് KPCC പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടിയുടെ ഇമേജാണ് പ്രധാനം. പാർട്ടിയുടെ ഇമേജ് പ്രധാനമായി കരുതുമ്പോൾ വിവാദ കഥാപാത്രങ്ങളെ മാറ്റി നിർത്തണമെന്ന് KPCC പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത് തെറ്റല്ല. വിവാദത്തിൽ ഉൾപ്പെട്ടവർ, ആരോപണ വിധേയരായവർ, ഇവരൊക്കെ മാറി നിന്നാൽ എതിർ മുന്നണിക്ക് പോലും ഒരു വിമർശനം ഉന്നയിക്കാൻ പറ്റാത്ത ക്ലീൻ ഇമേജിന്റെ പ്രതിനിധികളെ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അത് ഒരു മത്സര രംഗത്തേക്ക് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കർശനമായ നിലപാടെടുക്കുക എന്നത് സുധീരനെ പോലുള്ള ഒരു നേതാവിന്റെ പ്രത്യേകതയാണ്. അത് അദ്ദേഹത്തിന്റെ ഉടനീളമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹത്തിന് എവിടെങ്കിലും പിന്മാറേണ്ടി വന്നിട്ടുണ്ടോ എന്നതാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ലഭിക്കുന്ന വാർത്തകളിൽ കാണുന്നത്. പൊതുമാനദണ്ഡം മാറ്റി വയ്ക്കാൻ VM സുധീരൻ നിർബന്ധിതനായോ? അതാണ് നമുക്കിനി നാളെ പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നം. അതാണ് പൊതു മാനദണ്ഡം പോയാൽ പിന്നെ എന്താണ് മാനദണ്ഡം?
പിന്നെ അപ്പോൾ വിന്നബിലിറ്റി എന്ന എങ്ങനെയും ജയിക്കേണ്ടത് അത്യാവശ്യമാണ്. അതേസമയത്ത് ഇടതുപക്ഷ മുന്നണിയിലും ഇപ്പോൾ വിന്നബിലിറ്റിക്കാണ് അവരും പ്രാധാന്യം നൽകുന്നത്. അവരുടെ ആദർശങ്ങളൊക്കെ ദൂരെ മാറ്റിവെച്ചിട്ട് എങ്ങനെയും ജയിക്കാൻ എന്താണ് എളുപ്പമാർഗം എന്ന് ആലോചിക്കുന്നു. ഓരോ മുന്നണിയും അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, കോൺഗ്രസ്സിൽ എല്ലാ മുന്നണിക്കും ഇനിയും ധാരാളം സമയമുണ്ട് ഫൈനലൈസ് ചെയ്യാൻ. സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക ഉണ്ടാക്കുവാൻ ധാരാളം സമയമുള്ളത് കൊണ്ട് ഈ തർക്കത്തിനും ചർച്ചയ്ക്കുമൊക്കെ ഇടം കിട്ടുന്നു എന്നതാണ് പ്രധാനം. സുജാതൻ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ എ ഷുക്കൂർ, ദീർഘമായ ഒരു പ്രക്രിയ കേരളത്തിൽ നടത്തിയതിനു ശേഷമാണ് സാധ്യതാ പട്ടികയുമായി ഡൽഹിയിലേക്ക് നേതാക്കൾ എത്തുന്നത്. അതിന്മേൽ വിശദമായ ഒരു ചർച്ച നടത്തിയതിനു ശേഷം സൂക്ഷ്മമായ പരിശോധന ഇനിയും ആവശ്യമാണ് എന്ന് KPCC പ്രസിഡന്റ് പറയുമ്പോൾ തർക്കമുണ്ട് എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? രാജീവ്, കേരളത്തില് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി നിർണയത്തിന് KPCC എടുത്ത ഒരു നടപടി ഏറ്റവും ശ്ലാഘനീയമായ നടപടിയാണ്. ഈ 3 നേതാക്കളും, KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഉൾക്കൊള്ളുന്ന ഈ ലീഡർഷിപ്പ് എടുത്ത ഒരു നടപടി എല്ലാ ജില്ലകളിലും 3 പേർ വീതമുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയ സമിതിക്ക് രൂപം കൊടുത്ത് ആ സമിതിയുടെ നേതൃത്വത്തിൽ താഴെത്തട്ടിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരു പാനൽ വരട്ടെ. അങ്ങനെ വന്ന പാനലുകൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഈ നേതാക്കൾ ഹൈക്കമാൻഡിന്റെ മുമ്പാകെ, സ്ക്രീനിംഗ് കമ്മിറ്റി മുമ്പാകെ, സ്ഥാനാർത്ഥി നിർണയ സമിതിയുടെ മുമ്പാകെ ഡൽഹിയിലേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ ഒരു കാലഘട്ടത്തിലും ഇല്ലാത്തവണ്ണം ഒരു താഴെത്തട്ടിലെ ചർച്ച ജനാധിപത്യപരമായ മാർഗത്തിൽ തന്നെ, ഞങ്ങളുടെയൊക്കെ ജില്ലകളിൽ അങ്ങനെ ഒരു ജനാധിപത്യപരമായ മാർഗത്തിൽ തന്നെയാണ് ആ പാനൽ ഉണ്ടാക്കപ്പെട്ടത്. അപ്പോൾ അങ്ങനെ വന്ന അതുമായി ബന്ധപ്പെട്ട അന്തിമ പട്ടികയിലേക്ക് വരുമ്പോൾ ചില കാര്യങ്ങൾ പല ഭാഗത്തു നിന്നുണ്ടായി, ഡിമാൻഡുകളായി വരുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. കേരള വിദ്യാർത്ഥി യൂണിയന്റെ അല്ല NSUവിന്റെ പ്രാതിനിധ്യം, ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യം, യുവാക്കളുടെ താങ്കൾ പറയുന്ന വിധത്തിലുള്ള ചെറുപ്പക്കാരുടെ പ്രാതിനിധ്യമോ അല്ലെങ്കിൽ NSUവിന്റെ പ്രാതിനിധ്യമോ KSUവിന്റെ പ്രാതിനിധ്യമോ ഇതൊന്നുമല്ല തർക്ക വിഷയമായി നിൽക്കുന്നത്. ചില മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നു. അവർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് KPCC പ്രസിഡന്റ് എത്തുന്നു. അത് അംഗീകരിക്കാൻ മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന വിഭാഗമോ ആഭ്യന്തരമന്ത്രി നേതൃത്വം നൽകുന്ന വിഭാഗമോ തയ്യാറാകുന്നില്ല എന്ന തർക്കമാണ് ഇവിടെ. ഇല്ല, അങ്ങനെ ഇതിനെ എടുക്കരുതും രാജീവേ, അതിനെ അങ്ങനെ കാണരുതും. ഒരു കാലം ശ്രീ സുജാതൻ തന്നെ എന്ത് വൃത്തിയായി പറഞ്ഞു. ഇത്രയും സമാധാനപരമായി ഇത്രയും നല്ലൊരു ചർച്ച നടന്ന് ഇത്രയും കാര്യങ്ങളിലേക്ക് ഒരു സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പോ സ്വാഭാവികമാണ്, ഒരു മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായുള്ള ചർച്ച കഴിഞ്ഞു. ഒരു മുഖ്യ രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അത് പരിഹരിക്കാനാണല്ലോ ഈ ചർച്ചകളും ഈ വേദികളുമൊക്കെ. അത് പരിഹരിക്കുന്ന നടപടികളാണ് ഉണ്ടായത്. എന്തായാലും ആ പരിഹാര പ്രക്രിയയുടെ ഭാഗമായി 40 പേരുടെ പേരുകൾ അംഗീകരിക്കപ്പെടാൻ കഴിയുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. 40 പേരുടെ പേര് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ശരിയാണ്. സാധാരണ നിലയ്ക്ക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുകയും ചെയ്യാം. പക്ഷേ ഈ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം തീരുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം, മുഖ്യമന്ത്രിക്ക് അതൃപ്തി ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ വരുന്ന ഒരു സാഹചര്യം, A ഗ്രൂപ്പും I ഗ്രൂപ്പും ഡൽഹിയിൽ മാറി മാറി യോഗങ്ങൾ വിളിച്ചു ചേർക്കുന്ന സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുന്നുണ്ട്. രാജീവേ, ഇതെല്ലാം മനസ്സിലാക്കി യുക്തമായ തീരുമാനമെടുക്കാനുള്ള ഒരു നേതൃനിര ഹൈക്കമാൻഡിനുണ്ട്. ഇവിടെ ഏതെല്ലാം പ്രശ്നങ്ങളിൽ അങ്ങനെ തീരുമാനമെടുത്തിരിക്കുന്നു. അത് CPM എടുത്ത പോലെയാണോ 2-3 പ്രാവശ്യം തിരിച്ചയച്ച് അവിടെ ചർച്ച ചെയ്തിട്ട് തിരിച്ചു വരട്ടെ എന്നൊരു നിലപാടല്ലല്ലോ. മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്ന ആളുകളുമായി ചർച്ച നടത്തും. ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ചർച്ച നടത്തും. സ്വാഭാവികമാണ്. കോൺഗ്രസിനകത്ത് നിന്ന് പുത്തരിയല്ല എല്ലാ കാലഘട്ടം. എന്നാൽ ഒരുമിച്ച് ഒരു വിജയ സാധ്യതയുള്ള ഒരു പട്ടിക ഉണ്ടാക്കാൻ എന്തിന്റെയും അടിസ്ഥാനം വിജയം.
എന്നാൽ അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ ആ അസ്വസ്ഥതകൾ കൂടി മാറ്റിയെടുക്കാൻ കഴിയുന്നവണ്ണം സ്ഥാനാർത്ഥി നിർണയം അതിൻ്റെതായ എല്ലാ കടമ്പകളും കഴിഞ്ഞ് അത്തരത്തിലേക്ക് വന്നാൽ വളരെ നല്ല ടീമിനെ മത്സരരംഗത്തെ കൊണ്ടുവരാം. ഒരു തുടർ ഷാഹിദ കമാലിലേക്ക് പോയിട്ട് മടങ്ങിയെത്താം. ശ്രീമതി ഷാഹിദ കമാൽ, വിവിധ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കും വിധത്തിലുള്ള സ്ഥാനാർത്ഥി നിർണയം നടക്കേണ്ടതുണ്ട്. അതുകൂടി ഉദ്ദേശിച്ചിട്ടുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത് എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ? യുവാക്കളുടെ പ്രാതിനിധ്യം, സ്ത്രീകളുടെ പ്രാതിനിധ്യം, ഇതൊക്കെ ഉറപ്പാക്കുന്ന പാകത്തിലുള്ള ഒരു പട്ടിക അത് തയ്യാറാക്കാനുള്ള ചർച്ചയാണോ ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്നത്? തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കൾക്കും വനിതകൾക്കും കൂടുതൽ പ്രാതിനിധ്യം ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്ന് തന്നെയാണ് ബഹുമാന്യനായ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും ബഹുമാന്യനായ ആഭ്യന്തരമന്ത്രിയും ഒക്കെ തന്നെ മാധ്യമങ്ങളടക്കം പൊതുസമൂഹത്തോട് പറഞ്ഞിരിക്കുന്നതും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യുവാക്കൾക്കും പ്രത്യേകിച്ചും വനിതകൾക്ക്, കഴിഞ്ഞ തവണ നമുക്കറിയാം 7 മണ്ഡലങ്ങളാണ് വനിതകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. അതിൽ നിന്ന് ആകെ കൂടി ശ്രീമതി ജയലക്ഷ്മി മാത്രമാണ് വിജയിച്ച് നിയമസഭയിലെത്തിയത്. അതിന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞ നിയമസഭ നടക്കുന്ന കാലയളവിലൊക്കെ തന്നെ കേരള സമൂഹം കണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായും അതിനൊക്കെ ഒരു മാറ്റം വരുത്തത്തക്ക രീതിയിൽ കൂടുതൽ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ എണ്ണം കൂട്ടുക മാത്രമല്ല, വിജയസാധ്യതയുള്ള സീറ്റുകളിലേക്ക് കൂടി വനിതകളെയും യുവാക്കളെയും പരിഗണിക്കും എന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ അതിനുവേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷേ ശ്രീമതി ഷാഹിദ കമാൽ, ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ വേണ്ടി കൂടിയാണ് ശ്രീമതി ഷാഹിദ കമാൽ ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ അതിലേക്കൊന്നും ഊന്നൽ നൽകുന്ന വിധത്തിലല്ല. സ്ത്രീകളുടെ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് ജയിക്കാവുന്ന സീറ്റുകളിൽ അവരെ സ്ഥാനാർത്ഥികളാക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളൊന്നും അവിടെ നടക്കുന്നതായ റിപ്പോർട്ടുകൾ വരുന്നില്ല. യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെങ്കിൽ VM സുധീരൻ പറയുന്നത് പോലെ ചില മാനദണ്ഡങ്ങൾ നടപ്പാക്കപ്പെടണം. പക്ഷെ അത്തരം മാനദണ്ഡങ്ങളൊന്നും വേണ്ടതില്ല എന്നാണ് ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ആദ്യം തീരുമാനിച്ചത്. അല്ല, തീർച്ചയായിട്ടും അത്തരം മാനദണ്ഡങ്ങൾ ഉണ്ടാവുകയും അത്തരത്തിലേക്ക് യുവാക്കൾക്കും വനിതകൾക്കും കൂടി അർഹമായ അവസരങ്ങൾ നൽകണം എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ചർച്ചകൾ നീണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അത് ഒരു പോസിറ്റീവായി തന്നെ നമ്മൾ കാണണം. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അവിടെ എല്ലാവർക്കും അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ അവിടെ അവസരോചിതമായി തീരുമാനമെടുക്കുവാൻ കരുത്തുറ്റൊരു നേതൃത്വം ഹൈക്കമാൻഡിനുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു മണ്ഡലത്തെ ചൊല്ലിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ചോ എന്തെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുക്കുവാനും, അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വനിതകൾക്ക് കൂടുതൽ അവസരങ്ങളും വിജയസാധ്യതകളുമുള്ള സീറ്റുകൾ കൊടുക്കണമെങ്കിൽ അതിന് സീറ്റുകൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടിയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ചർച്ച നീണ്ടുപോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ശ്രീ A. ഷുക്കൂർ, വിജയസാധ്യതയാണ് ഒരു പ്രധാന ഘടകമായി മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. അവിടെ VM സുധീരൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. വിജയസാധ്യത എന്നാൽ പൊതുജനങ്ങൾക്ക് സ്വീകാര്യരാകുന്ന സ്ഥാനാർത്ഥികൾ വേണം. വലിയ ആരോപണങ്ങൾ നേരിടുന്ന ആളുകളെ മത്സരിപ്പിച്ചാൽ അത് ആ മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവിൽ തന്നെയും കോൺഗ്രസിനും UDF-നും തിരിച്ചടി ഉണ്ടാക്കും. ഇത്തരം കാര്യങ്ങൾ കണക്കിലെടുക്കണം എന്ന അഭിപ്രായം VM സുധീരൻ പ്രകടിപ്പിച്ചതായി വാർത്തകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധിക്കേണ്ടി വരില്ലേ? സൂക്ഷ്മമായ പരിശോധന എന്ന് VM സുധീരൻ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണമോ? തീർച്ചയായും രാജീവേ, ഏതെല്ലാം തരത്തിലുള്ള പോസിറ്റീവായ ചർച്ച ഈ സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്നത് വളരെ നല്ലതാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന UDF ഭരണത്തിന്റെ സൽഫലങ്ങൾ ഈ നാട്ടിലെ ഈ എല്ലാ വിഭാഗം ജനങ്ങളും അനുഭവിക്കുകയാണ്. എല്ലാ വിഭാഗവും അത് ഒരു തരത്തിലും ആരെയും മാറ്റി നിർത്താൻ കഴിയാത്തവണ്ണം
വികസനപരമായ കാര്യങ്ങൾ, ജനക്ഷേമകരമായ പദ്ധതികൾ, ഏതെല്ലാം തരത്തിൽ എന്താണോ ജനങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ച ആ ഭരണനിർവഹണത്തിന്റെ ഒരു കാലഘട്ടമാണ്. എന്നാൽ ചില അസ്വസ്ഥതകൾ, ചില കുപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും, ചില കാര്യങ്ങളിൽ ജനങ്ങളെ അവ്യക്തത ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ എല്ലാം ഈ പൊതുസമൂഹത്തിന് മുമ്പായി അടുത്ത കാലത്ത് വന്നിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അത് കൂടി പരിഹരിച്ചു പോകാൻ ചില നിലപാട് ഗവൺമെന്റ് എടുക്കണമെന്ന് KPCCയും ആവശ്യപ്പെട്ടത് നിലപാടെടുത്ത് ഗവൺമെന്റും പോകുന്നു. ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു വിശദമായ ചർച്ചയും ചില മാനദണ്ഡങ്ങൾ വെക്കേണ്ടി വന്നാൽ അങ്ങനെ വെക്കുന്നതിലും എന്താണ് കുഴപ്പം? അപ്പൊ ഗവൺമെന്റ് തുടർച്ചയാണ്, വിജയമാണ് ഏറ്റവും താങ്കൾ ഈ പറയുന്ന വിധത്തിൽ പരമപ്രധാനമായ വിജയത്തിലേക്ക് വരാൻ. ശ്രീ ഷുക്കൂർ, താങ്കൾ ഈ പറയുന്ന വിധത്തിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് പൊതുമധ്യത്തിൽ വിശ്വാസ്യത ഇല്ലാതാക്കും വിധത്തിലുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില അവ്യക്തതകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണക്കാരായ ആളുകളെ മാറ്റി നിർത്തണം എന്നാവശ്യപ്പെടുമ്പോൾ എതിർപ്പുണ്ടാകുന്നുമുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ അത് സാധാരണ നിലയ്ക്ക് ഈ കൂടിക്കാഴ്ചകളിലോ ഈ ചർച്ചകളിലോ പരിഹരിക്കപ്പെടും എന്ന് കരുതാമോ? തീർച്ചയായും ഈ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ പരിഹരിക്കപ്പെടും. കാരണം ശ്രീ രാജീവ് ഒന്ന് നോക്കിക്കാണുക. ശ്രീ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ, ശ്രീ VD സതീശൻ, അതുപോലെ തന്നെ പാർട്ടി നേതൃത്വത്തിൽപ്പെട്ട നിരവധി MLAമാർ, പാർട്ടി നേതാക്കൾ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ എല്ലാം ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ, ചില സംശയങ്ങൾ ദൂരീകരിക്കാൻ, ചില നടപടികളുടെ മൂലമുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ, അടുത്ത കാലത്ത് എടുത്ത ചില ഗവൺമെന്റ് ഉത്തരവുകളുടെ അടിസ്ഥാനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ആവശ്യമാണെന്ന് പറഞ്ഞു. അത് KPCC യോഗവും പറഞ്ഞു. മുഖ്യമന്ത്രി അത്തരം നിലപാടുകളിലേക്ക് പോയി വീഴ്ചകളെയും പോരായ്മകളെയും തിരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന നിലപാടുണ്ടായി. അപ്പോൾ ഇതെല്ലാം എന്തിനാണ്? 5 വർഷക്കാലത്തെ ഭരണത്തിന് സാധ്യമായ ഒരു തുടർ ഭരണത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ജനപിന്തുണ ആർജിച്ചെടുക്കാനാണ്. ജനകീയമായ പോരാട്ടത്തിൽ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമായി സ്ഥാനാർത്ഥി നിർണയം കോൺഗ്രസിൽ നടക്കുമ്പോൾ കൂടുതൽ ചർച്ച, പ്രശ്നങ്ങളില്ലാതെ രമ്യമായി ആ പരിഹാരത്തിലേക്ക് പോകുന്ന തരത്തിലുണ്ടാകുന്നത് ഏറെ നല്ലതാണ്. ഏറെ അത് സങ്കീർണമാക്കില്ല ഒരു പ്രശ്നത്തെയും. ഷുക്കൂർ പോലും സംസാരിക്കുമ്പോൾ അദ്ദേഹം ഈ ചർച്ചകളെ പോസിറ്റീവായി കാണുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ചില വീഴ്ചകൾ അതവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വീഴ്ച തിരുത്താൻ സ്വീകരിച്ച നടപടികളെ കുറിച്ച് പറയുന്നുണ്ട്. അവ്യക്തതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. ആ അവ്യക്തതകൾ സൃഷ്ടിച്ച ആളുകളുടെ കാര്യത്തിൽ ചില മാനദണ്ഡങ്ങൾ വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന് പൊതുവിൽ VM സുധീരൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളോട് അല്ലെങ്കിൽ മാനദണ്ഡങ്ങളോട് കോൺഗ്രസിന് പൊതുവിൽ ഒരു സ്വീകാര്യത ഉണ്ടായി വരുന്നുണ്ട് എന്ന് കരുതണോ? എന്നോടാണോ? അതെ. ഇത് ഇവിടെ ഈ കോൺഗ്രസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കും. നമ്മളുടെ മുന്നിൽ അനേകം ചോദ്യങ്ങളുണ്ട്. ഇതിൽ KPCC പ്രസിഡന്റ് മത്സരിക്കുമോ? നേരത്തെ അദ്ദേഹം കൂടി സ്ഥാനാർത്ഥിയാകുന്ന ഒരു സ്ഥിതി, അതിന്റെ അനന്തരഫലങ്ങൾ, അതിന്റെ സാധ്യതകൾ, അതിന്റെ പ്രയോജനങ്ങൾ, ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ചർച്ചയുണ്ടായിരുന്നു. ഇപ്പോഴും മത്സര രംഗത്തേക്ക് താൻ ഇല്ല എന്ന ഒരു നിലപാടിലാണ് KPCC പ്രസിഡന്റ് നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി തുടരുന്നു. അതേസമയം മറ്റ് സ്ഥാനാർത്ഥികളെ അന്തിമമായി തീരുമാനിക്കുന്നതിൽ ഏകദേശം ഒരു 15 സീറ്റിൽ തർക്കം തുടരുന്നു എന്നാണ് അറിയുന്നത്. അതിൽ തന്നെ 5 സിറ്റിംഗ് മണ്ഡലങ്ങളിലെ കാര്യം ഒരു സങ്കീർണ പ്രശ്നമായും വളർന്നു വന്നിരിക്കുന്നു. ഇപ്പം ഇത് പരിഹരിക്കാൻ കോൺഗ്രസുകാർക്ക് പറ്റും. അതാണ് അവരുടെ മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നത്. കോൺഗ്രസ് ഒരു റബൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പോലും അതിന് പരിഹാരം കണ്ടിട്ടുണ്ട്. എങ്കിലും റബൽ ഉണ്ടായി, റബൽ ജയിച്ചു വന്നിട്ട് കോൺഗ്രസിലേക്ക് മടങ്ങി എത്തിയ അനുഭവങ്ങളുമുണ്ട്. ഇപ്പോൾ റബൽ സ്ഥാനാർത്ഥികൾ വരാതെ വളരെ ഒരു ത്രികോണ മത്സരം വന്നാൽ കോൺഗ്രസിന്റെയും UDFന്റെയും സ്ഥാനാർത്ഥികൾക്ക് ജയസാധ്യത ഉണ്ടാകാവുന്ന തരത്തിലുള്ള ഒരു പട്ടിക അവതരിപ്പിക്കുവാൻ
ഒരു സ്ഥാനാർത്ഥി പട്ടിക അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഈ ചർച്ചകളൊക്കെ നീണ്ടുപോകുന്നതിന്റെ അടിസ്ഥാനം. ചർച്ച നടത്താനുള്ള സമയവും സാവകാശവും എല്ലാ പാർട്ടികൾക്കും ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇന്നലെയോളം LDFന്റെ പട്ടിക, പ്രത്യേകിച്ചും CPM ഘടകകക്ഷികളുടെ സീറ്റെല്ലാം നിർണയിച്ചു കഴിഞ്ഞു. അവരുടെ 92 സീറ്റിലേക്ക് ഉള്ള സ്ഥാനാർത്ഥികളെയും ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് കുറച്ചുകൂടെ സാവകാശം എടുക്കുന്നു. അതൊരു തന്ത്രപരമായ സമീപനമാണെന്നും കൂടി വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം എതിർപക്ഷത്തെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കി പറ്റിയ എതിരാളിയെ മത്സര രംഗത്തിറക്കുക എന്ന ഒരു തന്ത്രം കൂടി കോൺഗ്രസ് സ്വീകരിക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ വിഭാഗം, നേരത്തെ ശ്രീ ഷുക്കൂർ പറഞ്ഞതുപോലെ ഓരോ വിഭാഗം നേതാക്കളെയും, ഇപ്പം മുഖ്യമന്ത്രിയോട് അനുകൂലിക്കുന്നവരും ആഭ്യന്തരമന്ത്രിയോട് യോജിപ്പുള്ളവരുമായ നേതാക്കൾ അവരവരുടെ ആളുകൾ കൂടുതൽ വരുവാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഡൽഹിയിൽ. അതിനുവേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ചില തർക്കങ്ങൾ ഉത്ഭവിക്കുന്നത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, KPC പ്രസിഡന്റ് മത്സരിക്കുമോ? അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വിഭാഗം കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഉരുത്തിരിയുമോ? ഇപ്പോഴങ്ങനെ ഒരു ഗ്രൂപ്പ്, സുധീരന്റേതായ ഒരു ഗ്രൂപ്പുണ്ടോ? KPC പ്രസിഡന്റിന് പ്രത്യേകിച്ച് ഒരു ഗ്രൂപ്പുണ്ടോ? അത് അദ്ദേഹം ഗ്രൂപ്പ് വിരുദ്ധ രാഷ്ട്രീയം ഉപേക്ഷിച്ചോ? ഇത്തരം ചോദ്യങ്ങളും വളരെ പ്രധാനമാണ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ. പക്ഷേ ഇപ്പോൾ നമ്മൾ പ്രഖ്യാപിക്കപ്പെട്ട തീരുമാനമായ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നുന്നു. പലരും മത്സര രംഗത്ത് അനുഭവമുള്ളവരാണെങ്കിലും വിന്നബിലിറ്റി ഫാക്ടറിൽ വളരെ നല്ല സ്ഥാനാർത്ഥികളുടെ ഇപ്പോൾ ഉദുമയിൽ സുധാകരനായാലും കുണ്ടറയിൽ രാജ്മോഹൻ ഉണ്ണിത്താനായാലും ഇതൊക്കെ നല്ല സ്ഥാനാർത്ഥികളായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാത് മണ്ഡലങ്ങളുടെ രാഷ്ട്രീയ പരിസ്ഥിതി പരിശോധിക്കുമ്പോൾ. അപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഷാഹിദ കമാൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക്, യുവാക്കൾക്ക്, അങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക്, വിവിധ ജനസമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്നവർക്കൊക്കെ അർഹമായ പ്രാതിനിധ്യം കിട്ടണം എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെക്കാൾ കൂടുതൽ ജനാധിപത്യ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളുടെ നിർണയത്തിൽ ആവശ്യം ഉയരും. അതിന്റെ ചില തർക്കങ്ങൾ കോൺഗ്രസിലുണ്ട്. പക്ഷേ ഇത് പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു പ്രശ്നമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിലയിരുത്താനാവില്ല. ഇപ്പോൾ പ്രധാനമായിട്ട് ഉന്നയിക്കാവുന്ന ഒരു കാര്യം, കേരളം ഉടനീളം പ്രചരണം നടത്താൻ നേതൃത്വം നൽകേണ്ട KPC പ്രസിഡന്റ് ഏതെങ്കിലും ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒതുങ്ങിപ്പോകുമോ? ആ സാഹചര്യം ഉണ്ടാകുമോ? കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർബന്ധിക്കുമോ KPC പ്രസിഡന്റിന്റെ മേലെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുമോ? അദ്ദേഹവും കൂടി സ്ഥാനാർത്ഥിയായി വരണം എന്നത് ആണ് ഈ പ്രധാനമായി മാധ്യമപ്രവർത്തകരുടെ ഉള്ളിലുണ്ട്. എപ്പോഴും ശ്രീ സുധീരനെ കാണുമ്പോൾ അവർ ആ ചോദ്യം ഉന്നയിക്കുന്നുമുണ്ട്. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഡൽഹിയിലെ ഉള്ള ചർച്ചയിൽ അദ്ദേഹം ഇല്ല എന്നൊരു തോന്നലാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. സുജാതൻ, ഒപ്പം ഷുക്കൂർ, ഷാഹിദ കമാൽ മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.